ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ വഴുതനങ്ങയാണ് എടുത്തത്. വഴുതനങ്ങ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 വറ്റൽമുളക്, ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ വേണം. ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, പിന്നെ ഇനി 1/2 ഗ്ലാസ് വെള്ളവും കൂടെ വേണം. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളകും വാളൻപുളിയും കൂടെ ഇട്ട് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ വെള്ളത്തിൽ തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനുള്ള ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവാളയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ സവാള ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറൊരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച മുളകും പുളിയും കൂടെ ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. വഴുതനങ്ങ ഞാനിതാ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കുറച്ച് സമയം ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്